എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏതായാലും ഈ ഓഫറിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുമില്ല, കാരണം ഓഫർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ അഭിനന്ദരായ ആസ്റ്റർ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ ഈ സെലിബ്രേഷൻ ഓഫ് ആസ്റ്റർ ഡോക്ടേഴ്സ് എന്ന ഈ ചടങ്ങിന് അതിൻ്റെ പ്രായോജകരാകാൻ കഴിഞ്ഞാൽ ഉള്ള സന്തോഷവും സ്നേഹവും ചാരിതാർത്ഥ്യവും ആത്മനിർവൃതിയും ആദ്യമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ഹോംസും ആസ്റ്ററുമായിട്ടുള്ളൊരു ബന്ധം വളരെ നാടുകളുടെ ബന്ധമാണ്. അഭിനന്ദനായ ശ്രീ ആസാദ് മൂപ്പൻ സാർ മുതൽ ആസ്റ്റർ മെഡിസിറ്റിയിലെ ശ്രീ വിൽസൺ, ഷാനി, ആസ്റ്ററിൽ നിന്ന് പോയ ഹാരിഷ് പിള്ള, ഫറാൻ ജി എൻ്റെ വേഷങ്ങൾ തുടങ്ങി ഒരുപാട് വ്യക്തികളുമായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പവും സ്നേഹവും ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഡോക്ടേഴ്സ് ദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുവെന്ന് ശ്രീ ഫർഹാൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അതിൽ വളരെ സന്തോഷത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉടനെ തന്നെ വാക്ക് പറയുകയായിരുന്നു. കാരണം ഈ ബന്ധമാണ് അങ്ങനെ പറയുന്നതിന് പ്രേരിപ്പിച്ചത്. ഡോക്ടർമാരെ പറ്റി പറയുമ്പോൾ നേരത്തെ ആശാമം പറഞ്ഞതുപോലെ അവർ ദൈവവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരാണ് എന്നാണ് പൊതുവെ പറയുക. ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർ ദൈവമാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടറും ദൈവവും തമ്മിൽ വലിയ അകലവുമില്ല. പക്ഷെ പലപ്പോഴും പല രോഗികളുടെയും ബന്ധുക്കളുടെയും എല്ലാം ആശുപത്രിയിൽ നിന്നുള്ള വാസം കഴിഞ്ഞ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തേക്ക് പോകുമ്പോൾ അറിയാതെയെങ്കിലും അവരെല്ലാം മനസ്സിൽ പറയുന്നത് അങ്ങനെ ദൈവമാണ് എന്നാണ്. ദൈവത്തെ നോക്കി ആരും അങ്ങനെ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. പക്ഷേ പലപ്പോഴും ഡോക്ടർമാരെ നോക്കിയിട്ട് പല രോഗികളും അവരുടെ ബന്ധുക്കളും താങ്കൾ എൻ്റെ ദൈവമാണ് എന്ന് പറയുന്നത് കേൾക്കാൻ ഇടയായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കൽ സ്വാമി ചിന്മയാനന്ദനോട് ഒരു ഭക്തൻ ചോദിച്ചു, ഒരു കാർഡിയോളജിസ്റ്റും ഡോക്ടറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. ചിന്മയാനന്ദ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോ വൺ ഇൻ ദ വേൾഡ് will call a doctor God as a cardiologist, but many people call a cardiologist a God. മറ്റൊരു പ്രശസ്തമായ ചൊല്ല്, God cannot be everywhere, but he sends doctors with excellence and selflessness everywhere എന്നാണ്. ദൈവത്തിന്റെ പ്രതിനിധിയായി, പ്രതിപുരുഷനായിട്ട് അല്ലെങ്കിൽ പ്രതീകമായിട്ട് ലോകത്തെവിടെയും ദൈവം അയക്കുന്നത് ഡോക്ടർമാരെയാണ്. അതും സമർത്ഥരായിട്ടുള്ള ആണ് എക്സലൻസ് എന്നുള്ള വാക്ക് വന്നത്. നിസ്വാർത്ഥരായിട്ടുള്ള സെൽഫ്ലെസ്നെസ്സോടുകൂടിയ ഡോക്ടർമാരെ ദൈവം ഇങ്ങനെ പറഞ്ഞുവിട്ട നൂറുകണക്കിന് പ്രതിനിധികളുടെ മുമ്പിലാണ് ഞങ്ങൾ ഇന്ന് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പാവങ്ങളായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കണക്കാക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, എല്ലാ വ്യക്തികളുടെയും മനസ്സിൽ ഒരു സ്നേഹസമ്പന്നനായിട്ടുള്ള, സൽസ്വഭാവിയായിട്ടുള്ള, കാരുണ്യവാനായിട്ടുള്ള ഒരു ഡോക്ടറുടെയെങ്കിലും ഒരു ചിത്രം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പലപ്പോഴും പകുതി രോഗം ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ മാറ്റുന്നതെന്നാണ് പറയുന്നത്. പല ഡോക്ടർമാർക്കും ചികിത്സിക്കേണ്ടി വരുന്ന രോഗത്തെ അല്ല രോഗിയാണ്. തനിക്കുള്ളതും ഇല്ലാത്തതുമായിട്ട് രോഗാവസ്ഥകളെ കുറിച്ച് വിശദീകരിച്ച് ഡോക്ടറെ തന്നെ രോഗിയാക്കുന്ന വ്യക്തികളെ പറ്റിയിട്ട് ശ്രീ സുകുമാർ അഴീക്കോട് ഒരിക്കൽ വളരെ തമാശപൂർവ്വം പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് താങ്കളുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മറന്നുപോയി. കാരണം താങ്കളുടെ ചിരി കണ്ടപ്പോൾ എൻ്റെ രോഗം എനിക്ക് പറയാൻ പറ്റുന്നത്, പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ കാലിലൊരു ബലക്കുറവുണ്ടോ എന്നൊരു തോന്നലുണ്ട് എന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഈ ഡോക്ടർ മറ്റാരുമല്ല, വളരെ പ്രശസ്തനായിട്ടുള്ള തിരുവനന്തപുരത്തെ പ്രശ്നക്കാരനായിരുന്ന ഡോക്ടർ പൈ പറഞ്ഞത്, പ്രൊഫസറെ അത് തോന്നലല്ല, വെറും തോന്നയ്ക്കലാണ്. അതുകൊണ്ട് ഈ തോന്നലുകളും തോന്നയ്ക്കലുകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെടുത്ത് ഒരുപാട് രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഡോക്ടർമാരുടെ എല്ലാവരുടെയും ഭാഷ ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇംഗ്ലീഷോ ഹിന്ദിയോ ഫ്രഞ്ചോ ജർമ്മനിയോ ഒന്നുമല്ല, മറിച്ച് അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും കനിവിൻ്റെയും അനുകമ്പയുടെയും എല്ലാമായ ഒരു ഭാഷയാണ് ലോകത്തെല്ലാ ഡോക്ടർമാരും സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു അസറ്റ് ഹോംസിന് ഏകദേശം 7000-ലധികം വരുന്ന കസ്റ്റമേഴ്സിൽ ഒരു കൗതുകത്തിന് നമുക്ക് എത്രത്തോളം ഡോക്ടർമാരുണ്ട് ഞങ്ങളുടെ കസ്റ്റമർ ബേസിലെന്ന് ഇന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം വലിയ അത്ഭുതമുള്ളതായിരുന്നു. ഏകദേശം 400ഓളം ഡോക്ടർമാരാണ് അസറ്റ് ഹോംസിൽ അക്രോസ് കേരള ഞങ്ങളുടെ പ്രോജക്റ്റുകളുടെ ഫ്ലാറ്റുകൾ മേടിച്ചിട്ടുള്ളത് എന്നുള്ള വളരെ അഭിമാനകരമായിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നുകയാണ്. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഉപസംഹരിക്കാം. കാരണം ആശുപത്രികളുമായിട്ടും ഡോക്ടർമാരുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അതിൽ ഈ ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്നൊരു കഥ വളരെ പ്രശസ്തമാണ്. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കഥയാണ്. ഒരു ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണത്. അവിടെ ആ പാലിയേറ്റീവ് കെയർ വാർഡിലെ ഒരു മുറിയിൽ 2 കട്ടിലുകളാണുള്ളത്. ഒരു കട്ടില് ആ മുറിയിലെ ജനാലയോട് ചേർന്നും മറ്റൊരു കട്ടില് ആ മുറിയിലെ ചുവരിനോട് ചേർന്നും ആണുള്ളത്. ഈ ചുവരിനോട് ചേർന്നുള്ള കട്ടിലിൽ ഒരു രോഗിയും ജനാലയോട് ചേർന്നുള്ള കട്ടിലിൽ വേറൊരു രോഗിയുമാണ് കിടന്നുകൊണ്ടിരുന്നത്. രണ്ടുപേരും ജീവിതത്തിൻ്റെ അവസാനത്തെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് തമ്മിൽ ഒരു വലിയ സംസാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ ആ മുറിയിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ഈ ജനാലയുടെ വശത്ത് കിടക്കുന്ന രോഗി
ആ കട്ടിൽ ചാരിയിരുന്നുകൊണ്ട് ചുമരിൻ്റെ അടുത്തുള്ള രോഗിയോട് സംസാരിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു തുടങ്ങിയത് ഈ ജാലകത്തിന് പുറത്ത് പൂത്തു നിൽക്കുന്ന വലിയ പൂന്തോട്ടത്തെ പറ്റിയിട്ടും അവിടെ പറന്നു നടക്കുന്ന വർണ്ണാഭമായ പൂമ്പാറ്റകളെ പറ്റിയിട്ടും പുറത്ത് കാണുന്ന മനോഹരമായിട്ടുള്ള റോഡിനെ പറ്റിയിട്ടും അതിലൂടെ പോകുന്ന വാഹനങ്ങളെ പറ്റിയിട്ടും സ്കൂൾ വിടുമ്പോൾ അതിലെ നടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റിയിട്ടും ചെറിയൊരു ഐസ്ക്രീം പാർലറിൽ വന്നിരുന്ന് കൊഞ്ചിക്കൊഴിയുന്ന കാമുകന്മാരെ കുറിച്ചുമെല്ലാം ഇയാൾ ചുമരിനോട് ചേർന്ന് നടക്കുന്ന രോഗിയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വൈകുന്നേരങ്ങളിൽ മഴ വരാൻ തുടങ്ങിയത്. അപ്പോൾ വൈകുന്നേരത്തെ മഴ സമയത്ത് കുടയെടുക്കാൻ മറന്നുപോയ സ്കൂളിലെ ഗ്രേസ് ടീച്ചർ പോകുന്നതിനെ പറ്റിയും എല്ലാം ഇയാൾ ഈ ചുമരിനോട് ചേർന്ന് നടക്കുന്ന രോഗിയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രിയായി കഴിയുമ്പോൾ ഈ ജനലിനോട് ചേർന്ന് നടക്കുന്ന രോഗിക്ക് അസുഖം മൂർച്ഛിക്കും. രോഗി ശ്വാസം കിട്ടാതെയോ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വരും. ഒരു രീതിയിലും ഉറക്കം വരാത്ത അവസ്ഥ വരും. അദ്ദേഹം കിടന്ന് കരയാൻ തുടങ്ങും വേദന കൊണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ചുമരിനോട് ചേർന്നുള്ള കട്ടിലിൽ കിടക്കുന്ന രോഗി അതിലെ കോളിംഗ് ബെൽ അമർത്തി ഡോക്ടറെ വിളിക്കും, നഴ്സുമാരെ വിളിക്കും. അപ്പോൾ പകൽ മുഴുവൻ തനിക്ക് പ്രകൃതിയുടെ സൗന്ദര്യവും ഭംഗിയും എല്ലാം പറഞ്ഞു വന്നുകൊണ്ടിരുന്ന സുഹൃത്തിനെ രാത്രി അസുഖം വരുമ്പോൾ കോളിംഗ് ബെല്ലടിച്ച് സഹായിക്കുന്ന ആളായിട്ട് ചുമരിനോടടുത്ത് കിടക്കുന്ന രോഗി മാറി. ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അസുഖം കൂടിക്കൂടി വന്നു. ഒരു ദിവസം ചുമരിനോടത്തുള്ള രോഗി പുറത്ത് നല്ല മഴ പെയ്തപ്പോൾ നമ്മുടെ ജനലിനടുത്തുള്ള രോഗിയോട് ചോദിച്ചു, എന്താണ് പുറത്തെ കാഴ്ചകൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറായില്ല. അപ്പോൾ ഇയാൾ വീണ്ടും ചോദിച്ചു, ഇന്നും സ്കൂൾ വിടുന്ന സമയമായല്ലോ, കുഞ്ഞുങ്ങൾ റോഡിലൂടെ പോകുന്നുണ്ടോ, ഇന്ന് ഗ്രേസ് ടീച്ചർ കുട എടുത്തിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചപ്പോൾ ഈ ജനലിനോടടുത്ത് കിടന്ന കട്ടിലിലെ രോഗി പറഞ്ഞു, താൻ പോയി നോക്കണോ, എനിക്ക് സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വളരെ വിഷമത്തോടു കൂടി അവിടെ കിടക്കുകയും രാത്രി ആയപ്പോൾ പതിവ് പോലെ ജനാലയുടെ അടുത്തുള്ള രോഗം മൂർച്ഛിക്കാനിടയുകയും ചെയ്തു. അയാൾ ഒരുപാട് പ്രാവശ്യം കരഞ്ഞു, ഒരുപാട് പ്രാവശ്യം വിളിച്ചു. പക്ഷേ ആ ദിവസം എന്തോ ഒരു വാശി എന്നുള്ള പോലെ ചുമരിനോടടുത്തുള്ള കട്ടിലിൽ കിടന്ന രോഗി കോളിംഗ് ബെൽ അടിക്കാൻ തയ്യാറായില്ല. ഞാൻ പകൽ പ്രകൃതിയെപ്പറ്റി പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു തന്നില്ലല്ലോ, താനവിടെ കിടന്നോ എന്ന് പറഞ്ഞ് അയാൾ കോളിംഗ് ബെൽ അടിക്കാതെ അവിടെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ജനാലയുടെ അടുത്തുള്ള രോഗിയെ കാണുന്നില്ല. അതുപോലെ ഡോക്ടർമാർ റൗണ്ട്സ് വന്നപ്പോൾ വളരെ വളരെ വിഷമത്തോടുകൂടി അയാൾ ചോദിച്ചു, എവിടെ പോയി എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഐ എം റിയലി സോറി, അദ്ദേഹത്തിന് ഇന്നലെ രാത്രി കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഡോക്ടറും നഴ്സുമാരും എല്ലാം യാത്രയായപ്പോൾ ഇദ്ദേഹം ഡോക്ടറെ തിരികെ വിളിച്ചു. ഡോക്ടർ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ആ കട്ടിൽ എനിക്ക് തരാമോ, ഞാൻ ആ കട്ടിലൊന്ന് കിടന്നോട്ടെ, എനിക്ക് പ്രകൃതിയെ കാണാനും മഴ കാണാനും ഇദ്ദേഹം എന്നോട് വിവരിച്ച കാഴ്ചകൾ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാനും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കൾക്ക് ആ കട്ടിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ആ കട്ടിലേക്ക് ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്തു. അദ്ദേഹം ആ കട്ടിലിൽ വന്ന് കിടന്നതിന് ശേഷം വളരെ ആവേശത്തോടു കൂടിയിട്ട് ചാടി എഴുന്നേറ്റ് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ഒരു പൊട്ടിപ്പൊളഞ്ഞ കോമ്പൗണ്ട് വാളും ഒരു അഴുക്കുചാലും മാത്രമാണ് അതിലൂടെ കാണുന്നത്. വേറെ ഒന്നും അവിടെ ഇല്ല. അവിടെ പൂന്തോട്ടമില്ല, അവിടെ കുട്ടികളില്ല, അവിടെ സ്കൂളില്ല, അവിടെ മഴയില്ല, അതിലെ നടന്നു പോകുന്ന യാതൊരു സൗന്ദര്യവും ഇത്രയും നേരം ആ കട്ടിൽ കിടന്ന രോഗി പറഞ്ഞ ഒരു കാര്യവും അവിടെ ഇല്ല എന്ന തിരിച്ചറിവാണ് അയാൾക്കുണ്ടായത്. തൻ്റെ അവസാന യാത്രയാകുമ്പോൾ അല്ലെങ്കിൽ അവസാന ശ്വാസം എടുക്കുമ്പോൾ, ഒരു പുസ്തകത്തിൻ്റെ അവസാനത്തെ പുറങ്ങൾ വായിക്കുമ്പോൾ, തൻ്റെ അവസാനത്തെ ശ്വാസം എടുക്കുമ്പോൾ തൻ്റെ വർത്തമാനം മറ്റൊരു മനുഷ്യന് ആശ്വാസവും സന്തോഷവും നൽകട്ടെ എന്ന ഉത്തമ വിശ്വാസപൂർണമായൊരു പ്രവൃത്തിയാണ് ആ ജനാലയ്ക്കരിയിലെ കട്ടിലിൽ കിടന്ന രോഗി ചെയ്തുകൊണ്ടിരുന്നത്. വളരെ അർത്ഥസമ്പൂർണമായ ചിന്തയിൽ വെച്ച ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതിനെപ്പറ്റി തന്നെയാണ് മഹാകവി പറഞ്ഞത്, വെന്തെരിഞ്ഞാലും മണക്കുന്നു ചന്ദനം, വെൺതിങ്കൾ കാറടിച്ചാലും വിലസുന്നു. ചന്ദനം കത്തിച്ചു കളഞ്ഞാലും അത് സുഗന്ധം പൊഴിച്ചുകൊണ്ടിരിക്കും. എത്ര കറുത്ത കാർമേഘങ്ങൾ മൂടാൻ ശ്രമിച്ചാലും പൗർണമി ചന്ദ്രിക ശുഭ്രവർണ്ണാങ്കിതമായ പൂപ്പന്തലുമായിട്ട് ആകാശത്ത് വിലസും. സ്വയം കത്തിയിരിയുമ്പോഴും സുഗന്ധം പരത്തുന്ന ചന്ദനമാണ് യഥാർത്ഥത്തിൽ തൊഴിൽപരമായിട്ട് എല്ലാ ഭിഷഗ്വരന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വൈദ്യനായാലും ഭിഷഗ്വരനായാലും ഡോക്ടറായാലും സർജനായാലും ഫിസിഷ്യനായാലും എല്ലാവരും ചെയ്യുന്നത് ഈ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരു ജീവൻ രക്ഷിക്കുന്നവർക്ക് പരമവീര ചക്രം നൽകി ആദരിക്കുന്ന നാടാണ് ഭാരതം. നൂറുകണക്കിന് ആയിരക്കണക്കിന് ജീവൻ രക്ഷപ്പെടുത്തുന്ന
അനുഗ്രഹീത ജന്മങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം വളരെ പ്രസക്തമായ ചോദ്യം, ഇത്തരം ജീവൻ രക്ഷിക്കുന്ന നിങ്ങൾക്ക് എന്ത് അംഗീകാരമാണ് ഈ ഭാരതം തരേണ്ടത് എന്ന് നമ്മൾ ചോദിക്കേണ്ട സമയമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ ഡോക്ടർമാരും വാഴ്ത്തപ്പെടുന്നവരാണ്, എല്ലാ ഡോക്ടർമാരും അനുസ്മരിക്കപ്പെടുന്നവരാണ്, എല്ലാ ഡോക്ടർമാരും സ്നേഹിക്കപ്പെടുന്നവരാണ്, എല്ലാ ഡോക്ടർമാരും അനുഗ്രഹിക്കപ്പെടുന്നവരും ഓർമ്മിക്കപ്പെടുന്നവരും പൂജിക്കപ്പെടുന്നവരുമാണ്. ഓരോ രക്ഷപ്പെട്ട രോഗിയുടെയും മനസ്സെന്ന പുരാതനമായ ദേവാലയത്തിൽ നന്ദി എന്നുള്ള വാക്ക് 100 പ്രാവശ്യം നിങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരം നിങ്ങളുടെ മനസ്സാവുന്ന ദേവാലയങ്ങളിൽ എന്നെങ്കിലും ഒരു ദിവസം ഒരു സ്വപ്നസൗധം പണിയാനായിട്ട് ആഗ്രഹം തോന്നുമ്പോൾ അന്ന് ഞങ്ങളെ കൂടി ഓർക്കണമെന്ന് മാത്രം പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.